ഹലോ, അസ്സലാമലൈക്കും. ഈദ് മുബാറക്. ഇന്ന് പെരുന്നാളായിട്ട് എല്ലാവരും പെരുന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലും പലതിലും. പക്ഷേ ഒരു ഷുഹൈബ് ഇരിട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളുടേതായിരുന്നു. പുള്ളി കണ്ണൂർ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. പക്ഷേ വയനാട് കമ്പളക്കാടാണ് പുള്ളി താമസിക്കുന്നത്. അപ്പം ഞാനൊരു പോസ്റ്റ് യാദൃശ്യമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണാറുണ്ട്. അത് പല കാര്യങ്ങളും കാണും, പലതിലൊക്കെ പ്രതികരിക്കും, പലതൊക്കെ വിട്ടയ്ക്കും, അങ്ങനെയൊക്കെ. പക്ഷേ പുള്ളിയുടേത് ഒരു പ്രാവശ്യം ഞാൻ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, അതിരുന്ന് വായിച്ചത് കൊണ്ടോ ആണോ എന്നറിയില്ല. പിന്നെ എനിക്കിങ്ങനെ സജഷൻ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മൈൻഡിൽ ഇത് സ്ട്രൈക്ക് ചെയ്യണം, ഇത് പുള്ളിയെക്കുറിച്ചൊന്ന് അറിയണമെന്ന് വിചാരിച്ചത്. ആ പുള്ളിയുടെ ഒരു ചെറിയൊരു റൈറ്റപ്പിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി 12 വയസ്സ് തൊട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നും, പിന്നെ തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതാണെന്നും, ഹോട്ടലിലും അങ്ങനെ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട്. പുള്ളി ചെയ്യാനായിട്ട് ഇനി ഒരു പണിയും ബാക്കിയില്ല. അപ്പോൾ പുള്ളിയുടെ ദയനീയ അവസ്ഥയും പുള്ളി കടന്നു വന്ന സാഹചര്യങ്ങളും പുള്ളിയുടെ ദാരിദ്ര്യവും കയറിക്കിടക്കാൻ ഒരു ഇടവുമില്ലാത്തതും ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ കുറച്ച് വീഡിയോസ് അതിൽ ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്പളക്കാടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഞാൻ പുള്ളിയെ പറ്റി അന്വേഷിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായത്തോട് പറഞ്ഞത്, പാവമാണ്, കഷ്ടപ്പെട്ട് ജീവിക്കാൻ മടിയില്ലാത്ത ആളാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, എന്ത് പണി ആണെങ്കിലും ചെയ്തോളും, അങ്ങനെയൊക്കെ ഞാൻ പുള്ളിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു. മാത്രമല്ല ഞാനൊരു പോസ്റ്റ് വിട്ടിരുന്നു, അതിലും ഒരുപാട് പേര് വന്നിട്ട് പേഴ്സണലി അല്ലാതെയൊക്കെ ചോദിക്കുകയും പുള്ളിയെ പറ്റി പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ആൾ ജെനുവിനാണെന്ന് എനിക്ക് തോന്നി. പുള്ളി ബസ്സിലൊക്കെ കടലയും ചിപ്സും വിറ്റിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. പുള്ളിക്ക് ആക്സിഡന്റ് പറ്റിയത്, തലയ്ക്ക് കാര്യമായിട്ട് ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ 2 കാലും പൊട്ടിയിരുന്നു. അങ്ങനെ പുള്ളിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ട് എന്നതിലുപരി ശാരീരികമായിട്ടും ഉണ്ട്. എവിടെയെങ്കിലും ജോലി ചെയ്യുമ്പോൾ, അതുപോലെ റമദാൻ മാസത്തിൽ പുള്ളി ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഉള്ളി ഉരിക്കുമ്പോൾ അതിൽ കൈക്ക് പരിക്കേറ്റിട്ട് അങ്ങനെ 3 സ്റ്റിച്ച് അതുണ്ടായിരുന്നു. അതുപോലെ പ്ലേറ്റ്, കൂടുതലും പുള്ളി ഹോട്ടലുകളിൽ പ്ലേറ്റ് കഴുകലാണ് പുള്ളിയുടെ പണി. അപ്പം അതിൻ്റെ അലർജി കാരണം അങ്ങനത്തെ ബുദ്ധിമുട്ട് പുള്ളി ഒരു ചെയ്യാനായിട്ടൊരു പണിയും ബാക്കിയില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ഉള്ള ഇങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും, കാലിന് സ്വാധീനം കുറവ്. അപ്പോൾ അത് കാരണം ഹോട്ടലിൽ പണി ചെയ്യുന്ന സമയത്ത് എണ്ണയും മറ്റു സാധനങ്ങളൊക്കെ തട്ടി വീഴുക, അല്ലെങ്കിൽ ഗ്ലാസ് തട്ടി പൊട്ടിപ്പോവുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് കാരണം കൂടെ നിൽക്കുന്നവരൊക്കെ പുള്ളിയെ വഴക്ക് പറയുന്നുണ്ട്, പുള്ളിയെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെ പുള്ളി ഒരുപാട് വിഷമങ്ങൾ. അതിൻ്റെ കൂടെ പുള്ളിക്ക് താമസിക്കാൻ സൗകര്യം ഇല്ലാത്തതിൻ്റെ ഒരു ഷെഡിലാണ് പുള്ളി താമസിക്കുന്നത്. പിന്നെ മാത്രമല്ല ബിരിയാണി, നെയ്ച്ചോറ്, ചായ എന്ന് വേണ്ടുന്ന ഓൾറൗണ്ടറായിട്ട് എല്ലാ പണിയും പുള്ളി ചെയ്യുമെന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷേ ചെറുതായിട്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കിട്ടിയാൽ അത്രയും നല്ലതായിരുന്നു, അല്ലെങ്കിൽ അതിന് പറ്റിയ ആരെങ്കിലും സഹായിച്ചാൽ കൊള്ളാമെന്നും പുള്ളി പറയുന്നുണ്ട്. അപ്പം പുള്ളി ഈ ടാർപ്പ വലിച്ചു കെട്ടിയ ഷീറ്റ്, അത് ഞാൻ വീഡിയോ കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് പുള്ളി കിടക്കണം. മാത്രമല്ല പുള്ളിക്ക് സ്വന്തമായിട്ട് ഭൂമിയോ വേറെ ഒന്നുമില്ല. പുള്ളി വയനാട്ടിൽ നിന്ന് ഒരു സ്ത്രീക്ക് പുള്ളി ജീവിതം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മക്കളുള്ള ഒരു സ്ത്രീ. ഭർത്താവ് കല്യാണം കഴിഞ്ഞ് 5 വർഷം വരെ ജീവിച്ചിട്ടുള്ളൂ. ഭർത്താവ് കളഞ്ഞിട്ട് പോയി, ഉപേക്ഷിച്ച സ്ത്രീയാണ്. അവർക്ക് 3 മക്കളുണ്ട്. 2 പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. ഒരു മോൻ, 26 വയസ്സായ മോനുണ്ട്. പക്ഷെ അത് ആക്സിഡന്റ് ആയിട്ട് കിടപ്പിലാണ്. അപ്പം ആ ഒരു സ്ത്രീയാണ് പുള്ളി കൂടെ കൂട്ടിയത്, ജീവിക്കാനായിട്ടും കൂടെ കൂട്ടി. അപ്പം അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല. അപ്പം ഇതുകൊണ്ടാണ് പുള്ളി നിരന്തരമായിട്ട് പുള്ളിയുടെ ദാരിദ്ര്യവും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി പോസ്റ്റ് ഇടുന്നുണ്ട്. യൂസുഫ് അലി സാറിന്, അതുപോലെ തന്നെ പുള്ളി സഹായത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ റമദാൻ മാസത്തിൽ സക്കാത്ത് കൊടുക്കുന്നതിലാണെങ്കിലും പല കാര്യങ്ങൾക്കാണെങ്കിലും പുള്ളി സഹായം ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അതിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഇത്രയും ഒരാൾ ഇത്രയും ബുദ്ധിമുട്ടിലാവുന്നത് കൊണ്ടാണല്ലോ ഇത്രയും ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ ഇറക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഭിക്ഷയാചിക്കും പോലെ ചോദിക്കേണ്ട ആവശ്യം. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പുള്ളിയെ ഇത്രയും വലിയൊരു ദാരിദ്ര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിൽ നിന്നോ കരകയറ്റാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്ക് കഴിയില്ല. അപ്പോൾ ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പോലും ഇപ്പം എന്നെ അറിയുന്ന, ഇപ്പം എൻ്റെ ഫോളോവേഴ്സ് തന്നെ 1,50,000 പേര് ഇപ്പം FB-യിലുണ്ട്. അവരിൽ തന്നെ 1 ലക്ഷം പോട്ടെ, 80,000, ഒരു 50,000 ആൾക്കാർ പോട്ടെ, ഒരു 10,000 ആൾക്കാരെങ്കിലും ഒരു 100 രൂപ വെച്ചിട്ടോ, ഒരു 1000 രൂപ വെച്ചിട്ടോ, ഒരു 500, 10 എത്രയെങ്കിലും വെച്ചിട്ട് പുള്ളിയെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അത് വലിയൊരു കാര്യമാവും. കാരണം നമ്മൾ എത്രയോ പൈസ തിന്നും ആർഭാടം കാണിച്ചിട്ടും അല്ലാതെയും കള്ളു കുടിച്ചിട്ടും പല കാര്യത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വിഹിതം
ബോച്ച്, യൂസഫ് അലി സാറ്, അതുപോലെ ടോണി അച്ചായൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി, അങ്ങനെ ഒരുപാട് ആൾക്കാരുടേത് പല പേജുകളിലും അവിടെയും ഇവിടെയൊക്കെ അവരോട് സഹായം അഭ്യർത്ഥിക്കാൻ പറയുന്ന സമയത്ത് പുള്ളി അത് ഒരു മടിയും കൂടാതെ അവിടെയൊക്കെ എനിക്ക് സഹായം ലഭിക്കുമോ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പുള്ളിയെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം. കാരണം റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പലരും പലരുടെ ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങളുടെ വിഷമം പറയുന്നുണ്ട്, അതെല്ലാം പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ പ്രൊഫൈൽ മുഴുവൻ നോക്കിയപ്പോൾ എനിക്ക് കാരണം ഇത്രയും ആൾക്കാരെടുത്ത് ആരാണെന്ന് പോലും അറിയാതെ ഫേക്കും അല്ലാത്തതിലും എല്ലാ സ്ഥലത്തും പുള്ളി ഇത്രയും സഹായം അഭ്യർത്ഥിക്കുകയും എന്നാൽ വെറുതെ ഇരുന്നിട്ട് തിന്നാമെന്നുള്ളതല്ല, ഇത്രയും അധ്വാനിക്കുകയും കൂടെ ചെയ്യുന്ന ഒരാളാകുമ്പോഴത്തേക്കും എനിക്കൊരു വല്ലാത്തൊരു മാനസിക വിഷമം തോന്നി. ഇപ്പോൾ ഒരു മാസത്തെ ചിലവിനുള്ള പൈസ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ളൊരു ആഹാരത്തിന്റെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ 2 മാസത്തെ, അതിലപ്പുറം നമ്മൾ ഒരാളെ മൊത്തത്തിൽ, ഒരു കുടുംബത്തിനെ മൊത്തത്തിൽ ടേക്ക് കെയർ ചെയ്യാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് നന്മകൾ പല രീതിയിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്തത് ഇതുപോലെ പറഞ്ഞിട്ട് ഇത് ഞാൻ അറിഞ്ഞ് പുള്ളി ജെനുവിൻ ആണ് എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ ആദ്യം ഫിറോസ്കയെയാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. KHDEC ഫിറോസ്ക, കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിക്ക് വീട് വെച്ച് നൽകിയ ഫിറോസ്ക, പുള്ളിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു കാര്യമുണ്ട്, അത് നോമ്പ് സമയത്താണ് ഞാൻ വിളിച്ചത്. ഒരു വീട് സഹായിക്കാൻ പറ്റും, ഒരുപാട് ചാരിറ്റികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെ മാത്രമല്ല അവർക്ക് ലേബേഴ്സ് ഉണ്ട്, പിന്നെ ബാക്കി സാധനങ്ങളാണെങ്കിലും ഹോൾസെയിൽ റേറ്റിന് കിട്ടും, അപ്പോൾ നമുക്കൊക്കെ റീറ്റെയിൽ റേറ്റിനെ കിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടുമ്പോൾ ഒന്ന് സഹായിക്കുമോ, ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്യാം, എൻ്റെ ഫ്രണ്ട്സ് വഴി ചെയ്യാൻ പറ്റാവുന്നത്, പിന്നെ ബാക്കി സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഒരുപാട് ആർഭാടമൊന്നും വേണ്ട, ഒരു പഞ്ചായത്ത് വീട്ടിൽ അത്രയാണെങ്കിലും മതി. പുള്ളിയുടെ അവസ്ഥ കണ്ടിട്ട് അത്ര കിട്ടിയാലും അവർക്ക് ഒരു റൂം അവർക്കൊന്ന് അടച്ചുറപ്പിൽ കിട്ടിയാലും അത്രയും നല്ലതെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പുള്ളി തിരിച്ച് മറുപടി നമുക്ക് ആലോചിച്ച് നോക്കട്ടെ, ഞാൻ അവർ ഒറ്റയ്ക്കൊരു തീരുമാനം ഇപ്പം എടുക്കാറില്ല. കാരണം മുൻപത്തെ അനുഭവം പുള്ളിയെ ചൂടുവെള്ളത്തിൽ വീണൊരു പൂച്ചയെ പോലെ ആക്കിയിട്ടുണ്ട്. ആ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളി പറഞ്ഞതും അതാണ്, കാരണം ഞാൻ നല്ലത് ഉദ്ദേശിച്ച് ചെയ്യുന്നത് എനിക്ക് നാളെ മോശമായി വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന്. അവരുടെ ടീമിനോട് ആലോചിക്കാതെ പുള്ളി ഇനി ഒരു തീരുമാനം ഇതുപോലുള്ള കാര്യങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു. കാരണം ആ മുൻപത്തെ അനുഭവം പുള്ളി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഒരാൾക്ക് ചെയ്ത നന്മ ഒരു ഉപദ്രവമായിട്ട് വന്നത് കൊണ്ടാണല്ലോ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യാൻ മടിക്കുന്നത് അല്ലെങ്കിൽ ബാക്കിലോട്ട് നിൽക്കുന്നത് എന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ഭയങ്കര മോശമായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയം പോലും അപ്പൊ എനിക്ക് ഇയാളെ വ്യക്തിപരമായിട്ടും അറിയത്തില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല ഈ ഫിറോസ് എന്ന് പറയാം. ഇതുപോലെ ഇങ്ങനെ ന്യൂസിലും ഇതിലൊക്കെ കണ്ടിട്ടാണ് ഞാനും വിളിക്കുന്നത്. പക്ഷെ ഒരുപാട് എൻ്റെ പല സുഹൃത്തുക്കൾക്കും പുള്ളി വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കംപ്ലൈന്റും പുള്ളിയുടെ ആരും പറയണത് കേട്ടിട്ടില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിക്ക് അത് കഴിഞ്ഞ ശേഷം കീ കൊടുക്കുന്ന സമയത്ത് അവർ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്, കണ്ടിട്ടുണ്ട്. പുള്ളി പറഞ്ഞതൊരു ന്യായമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തൊരാൾക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി അത് അടുത്ത വയ്യാവേലി ആവും എന്നുള്ളപ്പോൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കെന്തായാലും പുള്ളിയെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളി അത് പോസിറ്റീവായിട്ടൊന്നും പറയാത്തത് കൊണ്ട് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തുകൊണ്ട് വേറൊരാൾക്കും കൂടി ഉപകാരം ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ലല്ലോ. എനിവേ ഒരുപാട് പേർക്ക് അവർ ചാറ്റുകൾ ചെയ്യുന്നവരായിരുന്നു. ഈ ഒരു വിഷയം അവരെ ബാക്കിലോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഓൺലൈൻ ചാനൽസും എല്ലാ പേരും കൂടി ഇതിന് എല്ലാ വിധത്തിലും ഉത്തരവാദികളാണ്. കാരണം ഒരാൾക്ക് ചെയ്ത നന്മ അതൊരു ദോഷമായിട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്കും അത് വിട്ടിട്ട് ഞാൻ അതിനുശേഷം വേൾഡ് മലയാളി അസോസിയേഷൻ ഉണ്ട്, ഫെഡറേഷൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു മെമ്പറായിട്ടുള്ള ഒരു ഭാരവാഹിയായിട്ടുള്ള ആലുവ കളമശ്ശേരി കൗൺസിലർ റഫീഖ് മരയ്ക്ക, പുള്ളീൻ്റെ അടുത്ത് ഞാനിത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സംഘടന വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ, കാരണം അതിൽ ഒരുപാട് ഫ്രണ്ട്സും എനിക്കുണ്ട്. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീട് പുള്ളിക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെന്ന് വെച്ചപ്പോൾ അന്ന് അന്വേഷിക്കട്ടെ, നമുക്കിപ്പോൾ എന്തായാലും പറ്റില്ല, ഇപ്പോൾ നമ്മൾ കുറച്ച് ചാറ്റ് ചെയ്ത് കഴിഞ്ഞു, അടുത്തതിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള പലരോടും ഞാൻ പേഴ്സണലി ഒക്കെ വിളിച്ചും സംസാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിലൊന്നും നടപടി ആവില്ല, അതിങ്ങനെ ചിലപ്പോൾ നീണ്ടു പോകും എന്ന് കണ്ടപ്പോഴത്തേക്കാണ് ഞാനിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണതന്നെ. ഞാനൊരു 1.5 മാസം വരെ ഞാനിങ്ങനെ നോക്കിയിരുന്നു. അപ്പം നടക്കില്ല എന്ന്, നടക്കണമെങ്കിൽ നടക്കട്ടെ, അത് വേറെ ആർക്കെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടുമല്ലോ. അപ്പോൾ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ വേണമെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ മഴയും മറ്റത് കാലാവസ്ഥയൊക്കെ മാറുമ്പോൾ ഞാനത് അവരുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അപ്പോൾ ഞാൻ വെച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ, എനിക്കിപ്പോൾ നഷ്ടമില്ല, ഒരു വീഡിയോ ചെയ്യണോണ്ട് എനിക്ക് അത്ര വലിയ നഷ്ടമൊന്നുമില്ല. പുള്ളിയെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്നൊരു ടൈപ്പാണ്. കാരണം ആരെങ്കിലും എന്നോടൊരു വിഷമം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അല്ലെങ്കിലും ഭയങ്കരമായിട്ട് കരയും, അത് വേറെ കാര്യം. അപ്പോൾ എനിക്കത് പിന്നെ BP കൂടും, പിന്നെ ഒരാഴ്ചത്തേക്ക് ഉറക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം പറഞ്ഞ് നമ്മൾ വിളിക്കണല്ലേ നല്ലത്, വെറുതെ വിളിച്ച്. കാരണം ഒരുപാട് പേരെ പുള്ളി സഹായം അഭ്യർത്ഥിച്ചിട്ട് നമ്മളും കൂടെ ഒരു പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുള്ളിനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളോടും ഒന്നും ഇതുവരെ അഭ്യർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളോടും ഞാൻ കൈനീട്ടുകയോ
ഒരാളോടും ഞാൻ ഭിക്ഷ യാചിക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിപ്പം വേറൊരാൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ടായിരുന്നു അത് ഞാൻ ഞാൻ അറിഞ്ഞപ്പോൾ ജെനുവിനായിട്ടാണ് തോന്നിയത്. ഇതുപോലെ മുൻപ് ഒരുപാട് ചാരിറ്റികളും ഒരുപാട് കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പലതും അത് അർഹരായിട്ടുള്ള ആൾക്കാർക്കല്ലായിരുന്നു പലതും കിട്ടിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതിൻ്റെ ഇടയിൽ പല മുതലെടുപ്പും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു മാർക്കറ്റിംഗ് റീച്ച് അത് വേറെ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായത് കാരണം ഞാനിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവെ തലയിടൽ പോലുമില്ല. എനിക്ക് മന്ത്ലി നല്ലൊരു സാലറിയും ബിസിനസ് പരമായിട്ടും നല്ലൊരു ഇത് വന്നുകൊണ്ടിരുന്ന സമയത്ത് എന്തായാലും നമ്മളൊരു വിഹിതം അത് നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഇന്ന് ചെയ്യുന്ന നന്മകൾ നാളെ നമുക്ക് അത് വേറൊരു രീതിയിൽ തിരിച്ച് നന്മകളായിട്ട് തന്നെ വരും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇതിപ്പം ചാർജ് ചെയ്യാം എന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്ന വേറെ ആരെങ്കിലും ഒക്കെ ആകുമ്പോഴത്തേക്കും അവരവരുടെ റീച്ചിനും അവർക്ക് 10 പേരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരുടെ കണ്ണീര് വിറ്റ് കഞ്ഞി കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാനൊരു പോസ്റ്റ് പോലും ഇട്ടിട്ടുണ്ടായിട്ടില്ല. പക്ഷേ അതിനെ വെച്ചിട്ട് മുതലെടുപ്പ് നടത്തി അതെനിക്ക് ഭയങ്കര വിഷമമായിട്ട് സംഭവമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ആരെയും കൂട്ടി എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക, അവരുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതല്ലാതെ ഞാൻ പിന്നെ ആരെയും കൂട്ടുപിടിച്ച് ചെയ്യാറില്ല. അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞ സ്ഥലത്ത് അവർ വഴി ഇതാക്കാറില്ല. ഞാൻ ഡയറക്റ്റ് ആർക്കാണോ അർഹരായിട്ടുള്ള അവർക്കേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം മുൻപ് ഇതുപോലെ ഭയങ്കര വലിയൊരു സംഭവം ഉണ്ടായിരുന്നു, ന്യൂസും കാര്യങ്ങളൊക്കെ ആയതായിരുന്നു. കാരണം നമ്മൾ കൊടുത്ത ചാരിറ്റി, നമ്മൾ കൊടുത്തൊരു നന്മ അത് വേറൊരു രീതിയിൽ ഒരു പരസ്യത്തിനായിട്ട് ഉപയോഗിച്ചു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഞാൻ ഇന്ന് വരെ ചെയ്ത ഒരു കാര്യവും ഒരു സ്ഥലത്തും വിളിച്ച് പറഞ്ഞിട്ടില്ല. എൻ്റെ എല്ലാ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളോടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഒന്ന് ചെയ്താൽ ഉപകാരമായിരിക്കും. കാരണം ഒരുപാട് പേരോട് പുള്ളി ഇങ്ങനെ എന്താ പറയുക, ഭിക്ഷ യാചിക്കും പോലെ പുള്ളി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അധികം ആരും കാണുന്നൊന്നുമില്ല. പുള്ളി വേറെ 10,000-8,000 ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ അധികം ആരും കാണുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു പക്ഷേ ഇത്രയും ഫോളോവേഴ്സുള്ള ഞാൻ ഇതുപോലൊരു പോസ്റ്റ് ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെന്ന് വരും. അതിൽ ആർക്കെങ്കിലും ഒന്ന് മനസ്സലിവ് ഉണ്ടാവണമെങ്കിൽ, ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു വീട് തന്നെ കൊടുക്കാൻ എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറ്റുമെങ്കിൽ പുള്ളിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു മുൻകൈ എടുത്തിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്നത് ഞാനും ചെയ്യാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് പുള്ളിക്ക് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ പുള്ളിക്ക് ചെറിയ എന്തെങ്കിലും പറ്റുന്നൊരു ജോലിയോ കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരം. പിന്നെ പുള്ളി വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്ക് ഡെലിവറി ബോയ് ആയിട്ടും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ സ്വന്തമായിട്ട് സ്കൂട്ടിയോ അങ്ങനെ ഒന്നുമില്ല എന്നും പറയുന്നുണ്ട്. പുള്ളിക്ക് എന്തെങ്കിലും ആയാലും മതി എന്നുള്ളതാണ് പുള്ളിയുടെ പ്രൊഫൈൽ മുഴുവൻ ഞാൻ കയറി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പം എൻ്റെ സുഹൃത്തുക്കളിൽ സഹായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിയുടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കാം. പുള്ളി ഷെയർ ചെയ്ത കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് കാണുമ്പോൾ പുള്ളിയുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെക്കൊണ്ട് ഇപ്പം ഇത്രയൊക്കെ ചെയ്യാൻ കഴിയൂ, നിങ്ങളോടൊപ്പം നിങ്ങളൊരാളായിട്ട് എന്നെക്കൊണ്ട് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു തികയാത്തതുണ്ടെങ്കിൽ ഞാനും കൂടി ചെയ്യാം. അല്ലാതെ ഭൂരിഭാഗം എടുക്കാൻ എന്നെക്കൊണ്ട് ഇപ്പം കാരണം ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ സെറ്റിലാക്കണം. അതുകൊണ്ട് അതിനും കൂടി ഇതാവുന്നൊരവസ്ഥയല്ല, കഴിയുന്നൊരവസ്ഥയല്ല. കൂടുതലൊന്നും പറയാനില്ല. ഒരുപാട് പേര് പുള്ളി പോസ്റ്റ് ചെയ്തത് കണ്ടിട്ട് പുള്ളി ഒരുപാട് ചീത്ത വിളിച്ചു. അപ്പോൾ നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ പുള്ളിയെ പോയി ചീത്ത വിളിക്കരുത്. ജീവിച്ചു പോട്ടെ. പലതുള്ളി പെരുവെള്ളം എന്ന പോലെ നമ്മൾ ഓരോരുത്തരും 10 രൂപ 100 രൂപ 1000 രൂപ ഇടുമ്പോഴത്തേക്കും അത് ഒരു വലിയൊരു സംഖ്യയാവും. ഇനിയിപ്പം അതല്ല അവിടുത്തെ പള്ളി സെക്രട്ടറിയോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒരു മേൽനോട്ടം വഹിച്ച് ഇതിനൊരു തീരുമാനമാക്കി കഴിഞ്ഞാലും അതും ഒരു ഉപകാരമാണ്. കാരണം അല്ലെങ്കിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്നോ അല്ലെങ്കിൽ അത് ഉപകാരത്തിൽ പെടാതെ പോകുമെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഒരു മേൽനോട്ടം വഹിക്കുന്ന ആരെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. കാരണം പുള്ളിക്ക് കാലിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. എനിവേ, ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി. സഹായിക്കാൻ പറ്റുന്നത് സഹായിക്കുക. ഇല്ലാത്തവർ ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. പിന്നെ ഫിറോസ്ക, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഞാൻ ഒരുപാട് സ്ഥലത്ത് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് വലിച്ചു കീറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിർബന്ധിക്കാൻ ഞാൻ ആളല്ല. പിന്നെ നമ്മളൊരാളിൽ നിന്നൊരു ഉപകാരം മേടിച്ച് തിരിഞ്ഞു കൊത്താതിരിക്കുക. പാല് കൊടുത്ത കൈക്ക് നമ്മൾ കൊത്താതിരിക്കുക. കാരണം അവർക്ക് ഇനിയും പലർക്കും പാല് കൊടുക്കാനുണ്ടാവും. അതും കൂടി നമ്മൾ ചെയ്യരുത്. എപ്പോഴും വന്ന വഴി മറക്കാതിരിക്കുക. നമ്മൾ കുടിൽ നിന്ന് കൊട്ടാരത്തിലോട്ട് പോകുമ്പോഴത്തേക്കും
കുടിലിൽ നിന്നാണ് വന്നത് എന്നുള്ളൊരു ചിന്ത നമുക്ക്, അത് പ്രത്യേകിച്ച് മറ്റുള്ളവരിൽ നിന്ന് സ്വന്തം അധ്വാനമല്ലാതെ മറ്റുള്ളവരുടെ ഔദാര്യത്തിലും അനുകമ്പയിലും വന്നവർ ആരാണോ സഹായിച്ചത് അവരെ തിരിഞ്ഞു കൊത്താതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ അർഹതപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ പിന്നെ എന്തെങ്കിലും ചെയ്യാനുള്ള അവരുടെ മനസ്സായിരിക്കും നഷ്ടപ്പെടുന്നത്. കുറച്ച് യൂട്യൂബേഴ്സിനും മറ്റുള്ളവർക്കൊക്കെ റീച്ചും അതുകൊണ്ട് കുറച്ച് അരി മേടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പുറത്ത് ഇതുപോലെയുള്ള ഒരുപാട് കണ്ണീരിൽ കഴിയുന്ന, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് കിട്ടേണ്ട ഉപകാരം കൂടി നിങ്ങൾ ഇല്ലാതാക്കാതിരിക്കുക. നിങ്ങൾക്കൊരു $5-10 ആയിരിക്കാം. ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഷുഹൈബ് എന്ന് പറയുന്ന വ്യക്തി. കുറേ സ്ഥലത്ത് കുറച്ച് കട്ടായി പോയിട്ടുണ്ട് വീഡിയോ. അതെൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് കുറവ് കാരണമാണ്. അപ്പം അത് സോറി. അപ്പം ഇദ്ദേഹത്തിനെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരം. പുള്ളിയുടെ അവസ്ഥ ഇതാണ്. ഇതെല്ലാം പുള്ളിയുടെ പേജിൽ നിന്ന് ഞാൻ എടുത്ത കുറച്ച് വീഡിയോസും കൂടി ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പുള്ളിയുടെ ദാരിദ്ര്യാവസ്ഥയും പുള്ളിയുടെ കഷ്ടപ്പാടും പുള്ളിയുടെ ദുരിതാവസ്ഥയും ബുദ്ധിമുട്ടും എല്ലാം പുള്ളി ഇങ്ങനെ ഒരു പോസ്റ്റ് കണക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു. അത് ഞാനിങ്ങനെ നിരന്തരം വായിക്കുന്നത് കൊണ്ടാവാം എനിക്ക് സജഷനിൽ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ കാണുന്ന സമയത്തുണ്ടായൊരു മാനസിക വിഷമം കാരണമാണ് ഞാൻ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന കൊട്ടാരം വയനാട്ടിൽ. പ്രിയമുള്ളവരെ, ഞാൻ വയനാട്ടിലെത്തിപ്പെട്ടത് പല ആളുകളും ചോദിച്ചു, നീ ഇങ്ങനെയാ വയനാട്ടിലെത്തിപ്പെട്ടെന്ന്. വയനാട്ടിലെത്തിയിട്ട് ഇപ്പോൾ 6 മാസത്തോളമായി വയനാട് ഒരാളെ പരിചയപ്പെട്ട്. അങ്ങനെ അവർ പാവപ്പെട്ട ഒരു ടീമാണ്. അവർക്ക് 3 മക്കളുണ്ട്. കല്യാണം കഴിഞ്ഞ് 10-25 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഒഴിവായതാണ്, ഫസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ അവരെന്നെ പരിചയപ്പെട്ട് ഞാൻ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ ഒറ്റപ്പെട്ട ഒരു വിധവയെ പോലെ ജീവിക്കുന്നതാണ് എന്നറിഞ്ഞപ്പോൾ ഞാനും തനിച്ചാണ്. അതുകൊണ്ട് ഞാൻ തന്നെ അവരെ ചെറിയ രീതിയിൽ കൊണ്ടുപോയി നിക്കാഹ് ചെയ്ത് കൂടെ താമസിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ അടുത്തുനിന്ന് ഹോട്ടലിൽ ജോലി ചെയ്ത് അവരെ പട്ടിണിയില്ലാതെ നോക്കാൻ തുടങ്ങി. പക്ഷെ അവരെ ചെറിയ ഷെഡാണ്. ഇതാണ് അവസ്ഥ. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ചെറിയ ഷെഡാണ്. അവരുടെ മകന് ആക്സിഡൻ്റായിട്ട് മകന് കിടപ്പിലാണ്. അവന് 26 വയസ്സുണ്ട്. അവന് കുറേ വർഷമായിട്ട് ആക്സിഡൻ്റായിട്ട് കിടപ്പിലാണ്. പിന്നെ 2 പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. അന്നന്ന് ജീവിച്ച് അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദയവായി ഈ ഷെഡെങ്കിലും നല്ല രീതിയിലൊന്ന് കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചെറിയൊരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് ആക്സിഡൻറ്റ് പറ്റി ചെറിയ കാലിലൊന്നും ചെറിയ സുഖമില്ലാതെ ഒരു വ്യക്തിയാണ്. എങ്കിലും നല്ല രീതിയിൽ ഹോട്ടലിലൊക്കെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ റമളാൻ മാസമാണല്ലോ, അതുകൊണ്ട് ഹോട്ടൽ ലീവാണ്. ഇപ്പോൾ ജോലിയൊന്നുമില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഇപ്പോൾ പാവങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് പല ആളുകളും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും വരുന്നത് കാണാറുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിൽ വന്ന് കണ്ട് സഹായിക്കാം. അല്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായും എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിക്കാവുന്നതാണ്. കാരണം ഇതാണ് നമ്മുടെ അവസ്ഥ. ഇപ്പോൾ ജോലിയൊന്നുമില്ല. പിന്നെ ഹോട്ടലിൽ 500 രൂപ കൂലിയുള്ള ജോലിയാണ്. ആ ജോലി ചെയ്തിട്ടാണ് ദിവസവും പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നത്, പട്ടിണിയില്ലാതെ ജീവിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം വയനാട്ടിൽ. അപ്പോൾ ഇത് കാണുന്ന ആളുകളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. കാരണം എൻ്റെ അവസ്ഥ, എന്നെപ്പറ്റി അറിയുന്നവർക്കെല്ലാം എൻ്റെ അവസ്ഥ അറിയാം. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിവുള്ളവർ ദയവായി സഹായിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീട്ടിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എപ്പോൾ കിട്ടുമെന്നൊന്നും അറിയില്ല. അതിനു മുമ്പ് ഈ ഷെഡൊന്ന് നല്ല രീതിയിൽ മാറ്റിക്കെട്ടണം. ഇത് ഞാൻ മാർച്ച് 20, 2-2.5 മാസങ്ങൾക്ക് മുൻപ് ചെറിയ പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം ചെയ്ത വീഡിയോ ആയിരുന്നു.
അപ്പം അതിന് മുൻപേ തന്നെ ഞാൻ പുള്ളിയെക്കുറിച്ചിട്ട് അന്വേഷിക്കുകയും പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് ആ സമയത്ത് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫോണിലെ സ്റ്റോറേജ് സ്പേസ് കുറവായത് കാരണം എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേ ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ മാത്രമല്ല അതിന് ശേഷം എന്താ ഇതുവരെ ഞാൻ പൊന്നു ഹോസ്പിറ്റലായത് തൊട്ട് ഇപ്പം അനിയത്തിയുടെ കല്യാണം തൊട്ട് പിന്നെ കുറേ സൈബർ അറ്റാക്കിങ് തൊട്ട് ഒരുപാട് അതിൻ്റെ കേസ് വഴക്ക് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നാലെ അങ്ങനെ ഒരു മിനിറ്റ് പോലും ഞാൻ വെറുതെ ഇരുന്നിട്ടുമില്ല. അത് കാരണമാണ് ഇത് ഇത്രയും ഡിലേ ആയത്. ഇന്ന് ഞാൻ പഴയ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത സമയത്താണ് ഞാൻ ഒരുപാട് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പോലും സ്പേസ് കിട്ടിയത്. അപ്പം സൗകര്യമുള്ള മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇപ്പം പഴയ സർക്കാർ മാറി, ഇപ്പോൾ പുതിയ സർക്കാർ വന്നു. അപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും ശരി, അർഹതയുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടട്ടെ. അതുമാത്രമല്ല ഈ കമ്പളക്കാട് പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ഈ പുള്ളിയെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആരെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിലോ ഒന്ന് ചെന്ന് അന്വേഷിക്കുകയോ പുള്ളിക്കൊന്ന് സഹായിക്കുകയോ ചെയ്യുക. വളരെ ഉപകാരം. താങ്ക് യു വെരി മച്ച്.